കുടുംബത്തിൽ ആർക്കെങ്കിലും മഞ്ഞപ്പിത്തം വന്നാൽ അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം വന്നവരോട് ചില ആളുകൾ പറയുന്ന കേൾക്കാറുണ്ട്, മോനെ ഇനി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകല്ലേ, അതിനായിട്ട് സ്പെഷ്യലായിട്ട് ചികിത്സിക്കുന്ന ചില ആളുകളുണ്ട്, അവരുടെ അടുത്ത് മാത്രം കൊണ്ടുപോയാൽ മതിയെന്ന് അല്ലേ? അതിനെ പറ്റിയിട്ട് എന്താണ് ഡോക്ടറുടെ അഭിപ്രായം? അതെ, ഞാനും കേട്ടിട്ടുണ്ട് പണ്ട് മുതലേ. ഇപ്പം എൻ്റെ കാസർഗോഡ് സൈഡിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും മഞ്ഞപ്പിത്തത്തിന് മരുന്ന് കൊടുക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാരുണ്ട്. സത്യത്തിൽ അവർക്ക് പാരമ്പര്യമായിട്ട് അപ്പൂപ്പന്റെ കാലത്തൊട്ട് അവർക്ക് ഒരു മരുന്ന് അറിയാം. അത് മഞ്ഞപ്പിത്തത്തിന് കൊടുത്ത് ഫലം കണ്ടിട്ടുള്ള ആ ഒരു അറിവ് വെച്ചിട്ടാണ് അവർ ചികിത്സ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ മഞ്ഞപ്പിത്തം എന്ന രോഗലക്ഷണം സാധാരണ വൈറൽ ഇൻഫെക്ഷൻ തൊട്ട് ക്യാൻസർ വരെയുള്ള പല രോഗത്തിന്റെയും ലക്ഷണമായിട്ടാണ് കാണുന്നത്. അപ്പൊ അത് എന്തുകൊണ്ടാണ്, ഏത് തരം മഞ്ഞപ്പിത്തമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത്. ഈ മഞ്ഞപ്പിത്തത്തിന് മരുന്ന് കൊടുക്കുന്ന ആൾക്കാർക്ക് അവർക്ക് അറിയുന്ന മരുന്ന് അവർ കൊടുക്കുന്നു. അതിനപ്പുറം അവരൊന്നും ചിന്തിക്കുന്നുമില്ല, അതിനെക്കുറിച്ചിട്ടുള്ള ധാരണയും ഇല്ല. നമ്മൾ പ്രത്യേകിച്ചൊരു ചികിത്സ ഇല്ലാതെ തന്നെ ആ ഒരു പീരീഡ് ആകുമ്പോഴത്തേക്ക് അത് മാറും. ആ മഞ്ഞപ്പിത്തമാണെങ്കിൽ ഏത് മരുന്ന് കൊടുത്താലും അത് മാറുമല്ലോ. പക്ഷെ ആൾക്കാർ വിചാരിക്കുക ഈ വൈദ്യർ കൊടുത്ത മരുന്ന് കാരണമാണ് ഈ മഞ്ഞപ്പിത്തം മാറിയത് എന്ന് വിചാരിക്കും. അങ്ങനെയാണ് അവർക്കൊരു പേര് വന്നത്. ഒരുപാട് ആൾക്കാർക്ക് വരുന്നത് വൈറൽ മഞ്ഞപ്പിത്തം തന്നെയാണ്, വെള്ളത്തിലൂടെ പകരുന്ന തരത്തിലുള്ള. പലതരത്തിലുണ്ട്. വൈറൽ മഞ്ഞപ്പിത്തം തന്നെ പലതരത്തിലുണ്ട്. അല്ലാതെ ലിവറിനെ ബാധിക്കുന്ന പല അസുഖത്തിന്റെ ഭാഗമായിട്ട് മഞ്ഞപ്പിത്തം ലക്ഷണമായിട്ട് വരാം. അപ്പം ക്യാൻസർ രോഗത്തിന്റെ ഭാഗമായിട്ട് മഞ്ഞപ്പിത്തം വരും. അപ്പോൾ ഓരോ മഞ്ഞപ്പിത്തം ഏതാണെന്ന് അറിഞ്ഞിട്ടാണ് അതിനനുസരിച്ചിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത്. പക്ഷെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം മഞ്ഞപ്പിത്തം എല്ലാവർക്കും ഒരു മഞ്ഞപ്പിത്തം അങ്ങനെയാണ് അറിയുള്ളൂ. പക്ഷെ ആൾക്കാർ വളരെ ഭീതിയോടെയാണ് മഞ്ഞപ്പിത്തത്തിനെ കാണുന്നത്. അയ്യോ, മഞ്ഞപ്പിത്തം മുഴുവനായിട്ട് പറയാൻ വരെ ആൾക്കാർക്ക് പേടിയാണ്. ഒരുപാട് പേര് മരണപ്പെടുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? അത് ചിലപ്പോൾ ലിവറിന്റെ എൻഡ് സ്റ്റേജ് എന്ന് വെച്ചാൽ ലിവറിന്റെ അങ്ങേയറ്റം ബാധിച്ചിരിക്കുന്ന പല അസുഖത്തിന്റെ ലക്ഷണമായിട്ട് മഞ്ഞപ്പിത്തം വന്നാൽ അവർക്ക് ശരിയായിട്ടുള്ള ട്രീറ്റ്മെന്റ് അവസാന ഘട്ടത്തിൽ ട്രീറ്റ്മെന്റ് ചെയ്താലും നമുക്ക് വലിയ ഫലം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ മരണം സംഭവിക്കും. അപ്പൊ ആൾക്കാർ ഈ മഞ്ഞപ്പിത്തത്തിനെയാണ് ഭയങ്കര ഭീതിയോടെ കാണുന്നത്. അപ്പൊ അത് ഇങ്ങനെയുള്ള ചികിത്സകർ മുതലെടുക്കുന്നുമുണ്ട്. ആൾക്കാരെ ഭയപ്പെടുത്തി നിൽക്കും. അയ്യോ, നിങ്ങൾക്ക് മഞ്ഞപ്പിത്താണ്, ഞങ്ങൾ പറഞ്ഞ പോലെ ചെയ്താലാണ് മാറുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണ മഞ്ഞപ്പിത്തത്തിനെയും അവർ ഭീതിയോടെ പ്രചരിപ്പിച്ചു. അപ്പോൾ അതിനപ്പുറം അസുഖത്തിനെ കുറിച്ചിട്ട് പഠിക്കാനോ ഈ പേഷ്യന്റിനെ വിലയിരുത്താനോ ഒന്നും അവർക്ക് അറിയില്ല. അതുകൊണ്ട് പലരും പല അപകടത്തിലും ചെന്നുപെടുന്നുണ്ട്, മരണം വരെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള സ്ഥലത്ത് പോയിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ ആ വ്യക്തികൾ പുറത്തു പറയില്ല. കാരണം അത് അവരുടെ തെറ്റാണ്, അവർക്ക് പറ്റിയൊരു അബദ്ധമാണെന്ന് കണ്ട് അവർ മൂടി വെക്കും. അതുകൊണ്ട് ഈ പുറം ലോകം അറിയുന്നുമില്ല. അപ്പോൾ കൂടുതൽ ആൾക്കാർ അവരിലേക്ക് എത്തുകയും ചെയ്യും. അബദ്ധം പറ്റിയ ആൾക്കാർ പുറത്ത് പറയുകയില്ല. അതുകൊണ്ട് അവർ സേഫാണ്. പ്രശ്നമാക്കാറുണ്ട്. അപ്പൊ അത് നമ്മുടെ സമൂഹത്തില് ഒരു അവയർനെസ് കിട്ടേണ്ട ഒരു സംഭവമാണിത്. നമ്മൾ ശരിയായിട്ടുള്ള ചികിത്സ തന്നെ തേടുക. അപ്പൊ നമുക്ക് ഇതുപോലെയുള്ള അബദ്ധങ്ങൾ പറ്റാതിരിക്കും. യഥാർത്ഥത്തിൽ ആയുർവേദത്തിനെ വിമർശിക്കുന്ന ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ്, മഞ്ഞപ്പിത്തം എന്താണെന്ന് പോലും ആയുർവേദക്കാർക്ക് അറിയില്ല, അതുകൊണ്ട് അവരുടെ ചികിത്സയ്ക്ക് പോയിട്ട് ആൾക്കാർക്ക് പല പ്രശ്നങ്ങളും സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആയുർവേദത്തിനാണ് വിമർശിക്കുന്നത്. യഥാർത്ഥത്തിൽ ആയുർവേദത്തിൽ എല്ലാതരം മഞ്ഞപ്പിത്തങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിനുള്ള പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ മഞ്ഞപ്പിത്തത്തിന് മരുന്ന് കൊടുക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും അറിയില്ല. അവർ ഏതൊരാൾക്കും കൊടുക്കുന്നത് അവരറിയുന്ന ആ ഒരു മെഡിസിൻ വെച്ച് കൊടുക്കുന്നു. അതുകൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവും. പക്ഷെ ഇതിനൊക്കെ പഴി കേൾക്കേണ്ടി വരുന്നത് ആയുർവേദം എന്ന് പറയുന്ന ഒരു ചികിത്സാ ശാസ്ത്രമാണ്. പലതരത്തിലുള്ള വൈറൽ മഞ്ഞപ്പിത്തങ്ങളുണ്ട്. അതിൽ തന്നെ വെള്ളത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന മഞ്ഞപ്പിത്തം മാത്രമാണ് നമുക്ക് ചികിത്സയൊന്നും ഇല്ലാതെ മാറുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബി ഒക്കെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളാണ്. അപ്പൊ അത് നമ്മൾ ആ രീതിയിൽ തന്നെ കൺസിഡർ ചെയ്യണം. എല്ലാ വൈറൽ മഞ്ഞപ്പിത്തങ്ങളും തന്നെ മാറും, നമ്മൾ കെയർലെസ് ആവണം എന്നല്ല. എല്ലാ മഞ്ഞപ്പിത്തത്തിലും നമ്മൾ പാലിക്കേണ്ട പഥ്യക്രമങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ മാത്രമാണ് അത് തന്നെ മാറുന്നുള്ളൂ. അപ്പൊ എന്റെ ചോദ്യം എന്താ വെച്ചാൽ, ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് പെട്ടെന്ന് ഒരു മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? മഞ്ഞപ്പിത്തം അതിന്റെ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഒരു ഡോക്ടറെ കാണുക. അപ്പൊ ഡോക്ടർ പറയുന്ന ടെസ്റ്റുകളൊക്കെ ചെയ്യുക. അത് ചെയ്തു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതെന്തുകൊണ്ടാണ് മഞ്ഞപ്പിത്തം വന്നതെന്ന്. സാധാരണ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ മഞ്ഞപ്പിത്തമാണെങ്കിൽ ഡോക്ടർ പറയുന്ന ചെറിയ പഥ്യക്രമം എന്ന് വെച്ചാൽ ലഘുവായ ഭക്ഷണം കഴിക്കുക, റെസ്റ്റ് എടുക്കുക, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക, അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ ആ ഒരു പീരീഡ് ഹെപ്പറ്റൈറ്റിസ് എ ആണ്. അതാണെങ്കിൽ നമ്മൾ സാധാരണ വീട്ടിലുള്ള പഥ്യക്രമങ്ങളും ആ ഒരു പീരീഡ് ആകുമ്പോഴത്തേക്ക് അത് മാറും. പിന്നെ കൂടുതൽ കോംപ്ലിക്കേഷൻസ് വരുന്ന വെച്ചാൽ പലതരം അസുഖങ്ങൾ ഉള്ളിലുള്ള ആൾക്കാർക്ക് കുറച്ച് ശ്രദ്ധിക്കണം. അല്ലാതെയുള്ള ബാക്കി ഏത് മഞ്ഞപ്പിത്ത ലക്ഷണങ്ങളാണെങ്കിലും കൂടുതൽ ഡയഗ്നോസിസ് ഒക്കെ ചെയ്ത് എന്താണ് അതിന്റെ യഥാർത്ഥ റീസൺ എന്നറിയണം. ചിലർക്ക് ചിലപ്പോൾ ക്യാൻസറിന്റെ ഭാഗമായിട്ട് വന്നതാവാം. ചിലർക്ക് ലിവറിന്റെ കോശങ്ങൾക്ക് ഡാമേജ് സംഭവിച്ചിട്ട് വന്നതാകാം. അതൊക്കെ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണ്. അതിന് ഡോക്ടർ പറയുന്ന രീതിയിൽ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുക. അല്ലാതെ ഈ മഞ്ഞപ്പിത്തത്തിന് മരുന്ന് കൊടുക്കുന്ന ആൾക്കാർ ഈ ടെസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. അവർ അവരുടെ കയ്യിലുള്ള മരുന്ന് തരുന്നു, അത്രേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ദോഷം മാത്രമാണ് ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ആ വ്യക്തിക്ക് മഞ്ഞപ്പിത്തം വന്നത് ലിവറിലെ കോശങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നശിച്ചതിന് ശേഷം വന്ന മഞ്ഞപ്പിത്തമാണെങ്കിൽ അവർക്ക് ആ മരുന്ന് കഴിക്കുമ്പോൾ ആ മരുന്ന് താങ്ങാനുള്ള കഴിവ് ആ ലിവറിന് ഉണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് മരണം വരെ സംഭവിക്കാം.
അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് പ്രോപ്പറായിട്ട് ഒരു നല്ല ഡോക്ടറെ തന്നെ കണ്ടിട്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മഞ്ഞപ്പിത്തം വന്നാൽ പെട്ടെന്ന് മഞ്ഞപ്പിത്തത്തിന് മാത്രം മരുന്ന് നൽകുന്ന ആളടുത്ത് പോയി മരുന്ന് കഴിക്കുക എന്നുള്ളതല്ല. നമ്മൾ നേരെ ഡോക്ടറെ അടുത്ത് പോയി അവർ പറയുന്നത് പോലെ ടെസ്റ്റ് ചെയ്യുക. ടെസ്റ്റ് ചെയ്തിട്ട് റിപ്പോർട്ടിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത്, ഹെപ്പറ്റൈറ്റിസ് എയോ ബിയോ അങ്ങനെ ആ രീതിയിൽ ഏത് രീതിയിൽ നിന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിന് വേണ്ട ട്രീറ്റ്മെന്റ് പ്രോപ്പറായിട്ട് എടുക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ വെറുതെ ഒരു മെഡിസിൻ കഴിച്ചത് കൊണ്ട് മാത്രം മഞ്ഞപ്പിത്തം മാറുന്നില്ല. കാരണം മഞ്ഞപ്പിത്തം പലതരത്തിലുണ്ട്. അതാണ് ഞങ്ങൾ പറഞ്ഞു വന്നത്.